അല്ലെങ്കിലും പാർട്ടി കാര്യത്തിൽ അച്ഛനും മകനും ഒന്നുമില്ലല്ലോ. അതറിയാം. എന്താണെന്ന് അറിയില്ല. നിന്നോട് മുമ്പ് ഒരിക്കലും പറയാൻ തോന്നാത്ത ഒരു കാര്യം ഇപ്പൊ പറയണം തോന്നുക. പ്രായം കടന്നുപോയി എന്നറിയാം. എന്നാലും നീ ഒരു കല്യാണം കഴിക്കണം. കല്യാണം അത് വേണ്ടച്ച, ശരിയാവില്ല. ഞാനും ഈ വിഷയം ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് അടിയുറച്ച ഒരു പാർട്ടി പ്രവർത്തകയെ തന്നെ കല്യാണം കഴിച്ചാലും ഭാര്യയായി കഴിഞ്ഞാൽ അവൾ ഒരു സാധാരണ മലയാളി പെണ്ണായി മാറും. വീടും ഭർത്താവും കുട്ടികളും കുടുംബമായിട്ട് അവളങ്ങ് ഒതുങ്ങും. ആ ചട്ടക്കൂടിന് പോറലേറ്റാൽ ഭർത്താവിനെ തന്നെ അവൾ ആക്രമിക്കാൻ തുടങ്ങും. അത്രയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടുകളെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കുള്ളൂ. വല്ല ചൈനയിലോ ക്യൂബയിലോ ഒക്കെ ആണെങ്കിൽ എന്താണ് അവിടുത്തെ സ്ത്രീകളുടെ രാഷ്ട്രീയ ബോധം? ഓ, അവിടം വരെ പോയി കല്യാണം കഴിക്കുക അത്ര എളുപ്പമല്ല. മുകുന്ദ, ഞാൻ കാര്യമായിട്ട് പറയുക, ഞാൻ എത്ര കാലം ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. അതെന്റെ കാര്യം ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. ഈ പോലീസുകാർ തല്ലിക്കൊല്ലുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം. അച്ഛാ, പാർട്ടി പ്രവർത്തനത്തിന് കല്യാണം ഒരു തടസ്സമാണ്. അതൊന്നും നീ പറയണ്ട. പാർട്ടി സമിതികൾ അത്ര ഉണ്ടാക്കി മാർസ് കല്യാണം കഴിച്ചിരുന്നല്ലോ. അതിൽ അദ്ദേഹം പിന്നീട് ഖേദിച്ചിരുന്നതായി എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ഞാനത് എവിടെയോ വായിച്ചില്ല. ഇനിയിപ്പോ അത് ശരിയാണെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ നീ ഒരു കല്യാണം കഴിക്ക്, എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് ഖേദിച്ചോ. മുകുന്ദ, അബ്ബാസോ, നീ എപ്പോഴാ ദുബായിന്ന് വന്നേ? ഞാൻ ഇന്നലെ എത്തി. ഇന്നലെ എത്തിയിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നോ? 1-2 ലെറ്റേഴ്സ് കൊടുക്കണ്ടായിരുന്നു. യൂത്ത് ഫെഡറേഷന്റെ വാർഷികം കണക്കാക്കി ലീവ് എടുത്തതാ. ഇപ്രാവശ്യം ഉഷാറാക്കണം. അതിന് കാശ് എത്ര ചെലവ് വന്നാലും എന്റെ വക. അങ്ങനെ ബൂർഷാ ദുബായിക്കാരന്റെ കാശ് കൊണ്ട് വാർഷികം നടത്തേണ്ട ഗതികേടൊന്നും പാർട്ടിക്ക് വന്നിട്ടില്ല. അതെന്താ മുകുന്ദ നീ അങ്ങനെ പറഞ്ഞത്? കടം മൂത്ത് ഇവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ഞാൻ നാട് വിട്ടത്. ദുബായിലാണെങ്കിലും ചോര നീരാക്കി പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയല്ലേ ഞാനും. നീ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മൾട്ടിനാഷണൽ കമ്പനികളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ നീരാക്കുന്ന ചോര ചെമ്മണ്ണൂരിലല്ലേ നീ നീരാക്കേണ്ടത്? എവിടെ പണിയെടുത്താലും തൊഴിലാളിക്ക് അവന്റെ കൂലി കിട്ടിയാ പോരെ? ഞാൻ ഇവിടെ നീരാക്കുന്ന അതേ ചോര ദുബായിൽ നീരാക്കുമ്പോ ഉറുപ്പിയേക്ക് 12 ഇരട്ടി വെച്ച് കിട്ടും. അത് ഞാൻ അവിടെ കുഴിച്ചു മൂടാതെ മാസം മാസം ഇങ്ങോട്ട് അയക്കണുണ്ടല്ലോ. അതുകൊണ്ട് കാര്യമായില്ല. നീ എന്തിനാ പോകുന്ന അബ്ബാസിന്റെ മെക്കത്ത് കയറുന്നേ? അവൻ ദുബായി പോയെന്ന് വെച്ച് ബൂർഷയൊന്നും ആവില്ലല്ലോ. ഞാൻ ഇവനെ ഒന്ന് പരീക്ഷിച്ചതല്ലേ. പഴയ വീര് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് രാമകൃഷ്ണ വക്കീൽ വിളിച്ചിരുന്നു. ഫാക്ടറി പൂട്ടാൻ സർക്കാർ ഉത്തരവായി. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ്. എന്താ പക്ഷേ? കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ കൃഷ്ണവാര്യർ വന്നിട്ടുണ്ട്. അച്ഛനെ കാണാനാണോ? കണ്ടോട്ടെ. അതല്ല, വേറെന്തോ കാര്യം പറയാനാ. അച്ഛൻ എങ്ങനെയുണ്ട്? അതേ അവസ്ഥ തന്നെ. എന്താ വരേ? അല്ല, ഈ സമയത്ത് ഞാനിതിവിടെ പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. സൊസൈറ്റിയും ബാങ്കും ഒക്കെ പാർട്ടിയുടെ ആണെങ്കിലും ബാങ്കിലെ മാനേജർ എന്ന നിലക്ക് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇടയ്ക്കെപ്പോഴെങ്കിലും ബോധം തെളിഞ്ഞപ്പോ മറ്റേ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്ത് കാര്യം? നെല്ല് സംഭരിച്ച് അരിമില്ല് തുടങ്ങാൻ വെച്ച ഫണ്ടിൽ നിന്ന് എടുത്ത കാശാണല്ലോ. ആര് കാശെടുത്തു? സൊസൈറ്റിയുടെ എന്തോ അത്യാവശ്യത്തിന് ഗോപാലേട്ടൻ ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ എടുത്തിരുന്നല്ലോ. സൊസൈറ്റിയുടെ അത്യാവശ്യത്തിനോ? അങ്ങനെ ഒരു കാശിന്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. ഇന്നലെ വരെയുള്ള കണക്കുകളൊക്കെ ഞാൻ നോക്കിയതാണല്ലോ. അതെനിക്കറിയില്ല. ബാങ്കിൽ നിന്ന് പിൻവലിച്ചതിന് ബാങ്കിൽ തെളിവുണ്ട്. സൊസൈറ്റിയുടെ ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഗോപാലേട്ടനെ പണം എന്ത് ചെയ്തു? മുകുന്ദനോട് ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ഇതൊരു പുലിവാലല്ലോ. അപ്രതീക്ഷിതമായ ഒരാഘാതമായിരുന്നു പാർട്ടിക്കത്. ആദർശവാനായ സൊസൈറ്റി ഗോപാലൻ ഈ തുക എന്തു ചെയ്തു? ചർച്ചകളും അന്വേഷണങ്ങളും നടന്നു. ഒടുവിൽ ഗോപാലനെതിരെ കടുത്ത നടപടികളെടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണിത്. ആരാണ് ഈ സൊസൈറ്റി ഗോപാലേട്ടൻ? ജന്മിത്വം കൊടികുത്തി വാണിരുന്നൊരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി നിർഭയം പോരാടിയ മനുഷ്യൻ. സത്യത്തിൽ ഈ ചെമ്മണ്ണൂരിലെ പാർട്ടി സ്ഥാപകൻ. സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലൂടെ നിരവധി കർഷക സമരങ്ങളിലൂടെ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ ആ മനുഷ്യനെ അതേ പാർട്ടി തന്നെ ഇപ്പൊ പുറത്താക്കുമെന്ന് വെച്ചാൽ? അതും ഗോപാലൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ. പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ ആ തുക സൊസൈറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ
സൊസൈറ്റി ഗോപാലൻ ആ തുക ദുരുപയോഗം ചെയ്തു എന്നല്ലേ അർത്ഥം. പിന്നെന്തിനു നമ്മള് അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിക്കണം? ഗോപാലേട്ടന് വേണ്ടി ഈ തുക മറ്റാരെങ്കിലും ബാങ്കിൽ അടച്ചാൽ ഈ പുറത്താക്കൽ നടപടി ഒഴിവാക്കാൻ സാധിക്കില്ലേ? സമുന്നതനായ ഒരു നേതാവിനെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്കില്ലേ? ഇത് പുറത്തറിഞ്ഞാൽ പാർട്ടിയുടെ ഇമേജ് എന്താകും? പാർട്ടിയുടെ ഇമേജ് വർദ്ധിക്കുകയേ ഉള്ളൂ. തെറ്റാര് ചെയ്താലും പാർട്ടി അയാളെ ശിക്ഷിക്കും എന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് കിട്ടുക. ബാങ്കിലെ തുക ആരടയ്ക്കുന്ന പറയണത്? പുറത്താക്കൽ നടപടി നിർത്തിവെച്ചാൽ അതിനെപ്പറ്റി ആലോചിച്ചാ പോരെ. ചിലപ്പോ കുഞ്ഞുണ്ണി മുതലാളി സഹായിച്ചാൽ. പക്ഷേ ഫാക്ടറി പ്രശ്നത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതൊരു കാരണവശാലും നടക്കില്ല. സെക്രട്ടറി എന്ന നിലയിൽ ശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയ്ക്ക് ആ കടബാധ്യതയും ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന തുകയാണോ മൂന്നത്? ഏറ്റെടുത്തല്ലേ പറ്റൂ. പക്ഷെ കടം വീട്ടുന്നത് വരെ പാർട്ടി എനിക്ക് ലീവ് അനുവദിക്കണം. ബാങ്കിൽ നിന്ന് ഒരു സാവകാശം വാങ്ങി തരികയും വേണം. അങ്ങനെയാണെങ്കിൽ ഗോപാലൻ എന്തിനു പുറത്താക്കണം? ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്കറിയാവുന്നതുപോലെ ഗോപാലൻ ഇവിടെ ആർക്കും അറിയില്ല. പുറത്താക്കാൻ നടപടി അംഗീകരിക്കാൻ എനിക്കാവില്ല. അത് രാമണ്ണി മാഷിന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് പാർട്ടിയുടെ തീരുമാനം. ദിവാര, പ്രമേയം വായിക്ക്. സഖാക്കളെ, പാർട്ടി നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമന പ്രകാരം സഖാവ് സൊസൈറ്റി ഗോപാലൻ എന്ന ചിറ്റെഴുത്ത് ഗോപാലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ. ഗോപാലേട്ടൻ പോയി. നിങ്ങളുടെ പാർട്ടിക്ക് CID പണയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ടാ ഫോണിൽ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഗോപാലേട്ടന്റെ ശവസംസ്കാര ചടങ്ങിന് പോയിരുന്നു. ഒരർത്ഥത്തിൽ ഗോപാലേട്ടന്റെ അസുഖവും തുടർന്നുണ്ടായ മരണമാണല്ലോ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയത്. പറയേ, എങ്ങനെയാ നിങ്ങളിത് ഒപ്പിച്ചത്? സൊസൈറ്റിക്ക് വേണ്ടി ഒരു എമൗണ്ട് ലോൺ എടുത്തപ്പോ ഗോപാലേട്ടൻ ഒപ്പിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് സെക്യൂരിറ്റി എന്ന നിലക്ക് വാങ്ങി സൂക്ഷിച്ചിരുന്നു. അതിലൊരു 20 ലക്ഷം രൂപ എഴുതി പണം ഡ്രോ ചെയ്തു. കണ്ടുപിടിച്ച അകത്താവുന്ന കേസാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്നെ കൈവിടില്ല എന്നുള്ള. കൊള്ളാം. എന്നെ കടിച്ചു കൊല്ലാൻ നോക്കിയ കരിമൂർഖന്റെ പത്തി ചതച്ചരച്ച് ചമ്മന്തിയാക്കിയ തന്നെ കൈവിടാനോ? അപ്പൊ ഇനി എന്താ പരിപാടി? കരുതലോടെ നീങ്ങണം. ചിലതൊക്കെ മനസ്സിലുണ്ട്. ഒക്കെ ഞാൻ അപ്പൊ പറയിക്കാം. എനിക്ക് അടിയന്തരമായി തിരുവനന്തപുരത്ത്. ആരുടെ അടിയന്തരം? അവിടെ സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുക. ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ. എന്താ മുകുന്ദേട്ടാ ഇത്? ഇവിടെ തന്നെ ഒരേ ഇരിപ്പാണ്. വൈകുന്നേരം ജംഗ്ഷനിലോട്ട് വരാനിരുന്നതാണ്. നാളെ മുതൽ ചായക്കട തുറക്കണം. 2-3 ദിവസമായിട്ട് മുകുന്ദന്റെ കാര്യം തന്നെ ഞങ്ങൾ ആലോചിച്ചത്. ചില്ലറ ഭാരമാണോ തലയിലെടുത്ത് വെച്ചത്? 20 ലക്ഷത്തിന്റെ ബാധ്യതയല്ലേ? എത്ര കാലം പരിപ്പോടെയും ചായയും വിറ്റാലാ 20 ലക്ഷത്തിന്റെ കടം വീട്ടാൻ പറ്റുക? അത് പ്രായോഗികമാണോ? എനിക്ക് വേറൊരു പണിയും അറിയില്ലല്ലോ. അല്ലേ പിന്നെ കിളക്കാനോ തെങ്ങ് കയറാനോ പോണം. തെങ്ങ് കയറിയ നല്ല തഴമ്പുണ്ടാവുന്നല്ലാതെ ഇത്രയും പണം എങ്ങനെ ഉണ്ടാക്കാനാ? എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചു മുകുന്ദ. ജില്ലാ കമ്മിറ്റിക്കും മുകുന്ദന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മുകുന്ദന് കടം കയറി നിക്കക്കളി ഇല്ലാതായാൽ പാർട്ടിക്കല്ലേ അതിന് ക്ഷീണം. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. എന്ത് തീരുമാനം? മുകുന്ദേട്ടൻ എന്തായാലും പാർട്ടിയിൽ നിന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. ആ സമയം എന്ന് വെച്ചാ 2-3 കൊല്ലം ദുബായ് പോയി ജോലി ചെയ്തൂടെ? ഐസ് മിഠായി വിറ്റ് നടന്നിരുന്ന കുമാരൻ, കൂലിപ്പണിക്കാരൻ വാസു, ആശാരി ബാലൻ, അങ്ങനെ എത്ര പേരാ ഗൾഫിൽ പോയി ലക്ഷപ്രഭുക്കളായത്? എന്നെ ഒരു ലക്ഷപ്രഭു ആക്കാനാണോ പാർട്ടിയുടെ തീരുമാനം? ലക്ഷങ്ങളുടെ കടം വന്നാൽ അത് വീട്ടാൻ ലക്ഷങ്ങൾ തന്നെ വേണ്ടേ? മറ്റാരെങ്കിലും സഹായിക്കാമെന്ന് വെച്ചാൽ അത് മുകുന്ദന് സമ്മതമല്ല. എന്തായാലും ചായക്കട നടത്തി ഈ കടം വീട്ടാമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. ദുബായ് എന്ന് പറയുമ്പോ ഞാൻ വേണേ ക്യൂബയിലോ ചൈനയിലോ പോകാം. ക്യൂബയും ചൈനയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഒരു വിദേശിക്ക് ജോലി കൊടുക്കാനുള്ള വകുപ്പൊന്നും അവിടെ ഇല്ല. അഥവാ ജോലി കിട്ടിയാൽ തന്നെ നല്ല ശമ്പളം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ക്യൂബയ്ക്കില്ല. ആര് പറഞ്ഞു? ഫീഡൽ കാസ്ട്രോ. മൂപ്പര് നിരന്തരമായി അമേരിക്കയുമായി സംഘർഷത്തിലായതുകൊണ്ട്
അവിടെ സ്ഥിതിയൊക്കെ അല്പം മോശ. നല്ലതുപോലെ ചിന്തിച്ചിട്ടാ മുകുന്ദേട്ടാ ഞങ്ങൾ പറയുന്നത്. കരുണേട്ടൻ അനുദ്രവൻ സിദ്ധാർത്ഥൻ ദുബായിലുണ്ട്. അവൻ മുഖേന ഒരു വിസ സംഘടിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. ജില്ലാ കമ്മിറ്റി പറയുന്നത് മുകുന്ദനെ പോലെയുള്ള ഒരു നേതാവിന്റെ ആവശ്യം ഇപ്പൊ ദുബായിലുണ്ടെന്നാ. ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർ സംഘടിതരല്ല. മുകുന്ദന് അവർക്കിടയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭ്യമാക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. മുകുന്ദനൊന്നും അറിയണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ദുബായിക്ക് പോകാൻ മാനസികമായി തയ്യാറെടുക്കുക, അത്രേ മുകുന്ദൻ ചെയ്യേണ്ടതുള്ളൂ. ബസ് വരുന്നുണ്ട്. വിഷമിക്കണ്ട, ഇതൊരു സ്ഥലം മാറ്റായിട്ട് കരുതിയാൽ മതി. മാറാത്തതൊന്നേ ഉള്ളൂ മാറ്റം എന്ന് മാർസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കടബാധ്യത തീർക്കാനാണെങ്കിലും അവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനാണല്ലോ ഞാൻ പോകുന്നത്. ലാൽ സലാം. മുകുന്ദേട്ടൻ ആദ്യമായിട്ടില്ലേ ദുബായിലേക്ക് വരുന്നത്? അതെ, സിദ്ധാർത്ഥൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു ആകെയുള്ളൊരു ധൈര്യം. ഇവിടെ എങ്ങനെ പാർട്ടി പ്രവർത്തനമൊക്കെ നന്നായി നടക്കുന്നുണ്ടാവും അല്ലേ? സഖാവ് കരുണന്റെ അനന്തരവനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതില്ലെന്ന് അറിയാം. സിദ്ധാർത്ഥൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര കാലായി? 4-5 കൊല്ലായി. പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുകുന്ദേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെപ്പോലെ തൻ്റെ സഹജീവികളും തുല്യ നിലവാരത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ബൂർഷാ ശക്തികളെ ശക്തമായി ഉപരോധിക്കുക. അതൊക്കെ നോക്കാൻ ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ. ഉണ്ടാവാം, എന്നാലും കുത്തക മുതലാളിമാർ ഇവിടെ വളരെ കൂടുതലാണെന്നാണ് കേട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ചൈനയിലോ ക്യൂബയിലോ പോണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എങ്കിൽ നന്നായനെ ക്യൂബ. എന്റെ മുകുന്ദേട്ട, ഈ ടണല് കണ്ടോ? ഇതിന് ഏകദേശം 1.5 കിലോമീറ്റർ നീളം വരും. ഇങ്ങനൊരു ടണല് മുകുന്ദേട്ടൻ പറഞ്ഞ ക്യൂബയിലുണ്ട്. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ കണ്ടോ? ഇതുപോലെ ഒരു കെട്ടിടത്തിന് അത്ര വരുമോ മൊത്തം ക്യൂബ? സിദ്ധാർത്ഥ, നമ്മളായിട്ട് ക്യൂബയെ കൊച്ചാക്കി സംസാരിക്കരുത്. പിന്നൊരു കാര്യം, ഒരു രാജ്യത്തിന്റെ വളർച്ച നിശ്ചയിക്കുന്നത് അവിടുത്തെ വലിയ കെട്ടിടങ്ങളാണെന്ന് ഫിഡൽ കാസ്ട്രോ എവിടെയും പറഞ്ഞിട്ടില്ല. ഓഹോ, ഇങ്ങനെയാണല്ലേ ക്യൂബ മുകുന്ദൻ എന്നുള്ള പേര് വീണത്. അപ്പോ പാർട്ടി പ്രവർത്തനത്തിന് വന്നതാണോ അതോ അച്ഛൻ വരുത്തി വെച്ച കടം വീട്ടാൻ വന്നതാണോ? രണ്ടും ഉദ്ദേശിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അപ്പപ്പോ പാർട്ടി സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യണം.